हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव, आई एम महादेव। तो दोस्तों, आज हम देखने वाले हैं नादोदी कट्टू फिल्म को, जो कि 1987 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं मोहनलाल, श्रीनिवासन, शोभाना एंड तिलकन। और दोस्तों, इस फिल्म को डायरेक्ट किया है सत्यन अधिकद ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले, लेट्स वॉच नादोदी कट्टू। लेट्स वॉच। സംസ്ഥാന ഭാഗ്യങ്ങളുടെ ലാസ്റ്റ് നമ്പറുകൾ നാളത്തെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ കയറിക്കട്ടെ, നിങ്ങൾ കയറിക്കണമേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. लॉटरी की अनाउंसमेंट हो रही है, टिकट खरीदने के लिए ഒരു ദൈവമായ സംഖ്യ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ഭാഗ്യക്കുറി പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് കുതിക്കുകയാണ്. നാളത്തെ ഭാഗ്യം श्रीनिवासन। നാളെയോ മറ്റന്നാളോ എപ്പോ വേണമെങ്കിലും എടുത്തോ, ഞങ്ങൾ ആരും എതിര് പറഞ്ഞില്ലല്ലോ. चल यार दोस्त, स्टोव। अच्छा, स्टोव बना रहे हैं। अच्छा ना, स्टोव है वो। अच्छा, पंप मारता होता हो। ഇല്ലേ, ഇനിയിപ്പോ രണ്ടാമത് എന്റെ പട്ടി പോകും. വേണേ വാങ്ങിച്ചോണ്ട് വരട്ടെ. പൊളിയും. ദാസാ, എടാ ദാസാ, അവന്റെ അവസാനത്തെ ഉറക്ക. എഴുന്നേറ്റ് പാടോ. സഹതാപമില്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ട്. ഓൾ മൈ ഫേറ്റ്. വെള്ളം തിളപ്പിക്കണം, അരി കഴുകണം, പരിപ്പ് വേവിക്കണം. ഇന്നും ലേറ്റ് തന്നെ. എടാ ദാസാ, से पहला पार्ट है शायद ये, जब हम देखे थे ना उस फिल्म का पहला पार्ट है। ചായ റെഡി ആയില്ലേ? उससे पहला है। ക്ഷമിക്കണം സാർ, ചായപ്പൊടി. मतलब उसका पहला पार्ट है। उस फिल्म में भी खाना बनाता था इसके लिए। खाना बनाता അല്ലേ സൈക്കിളിൽ എടുത്തോണ്ട് വാടാ. ऑफिस को गए, किसी काम से आ रहे हैं शायद। തമ്പുരാക്കന്മാരെന്നും ലേറ്റ് ആയിട്ടേ വരുള്ളൂ അല്ലേ? പെട്ടെന്ന് വേവുന്ന അരി തരാൻ സാറ് റേഷൻ കടക്കാരോട് പറ. എന്നുവെച്ചാൽ ഇവിടുത്തെ തല്ലിപ്പൊളി ശമ്പള സ്കെയിലിന് ഞങ്ങളല്ലാതെ വേറെ ആര് വരും? 1975 മുതലുള്ള കംപ്ലീറ്റ് സ്റ്റോക്കിന്റെ ഫയൽ താൻ പോടോ. താനിഞ്ഞു വരാൻ ഇതാരെ താൻ പോടോ. ഷെയർ ഹോൾഡേഴ്സിനുള്ള റിപ്പോർട്ടെല്ലാം കവറിലാക്കിയില്ലേ? काम करते हैं क्या वहाँ? अच्छा, ये करता है काम वहाँ, प्यून का काम करता है। प्यून? अच्छा। ഓ, ഒരു ചായ വാങ്ങിച്ചോണ്ടോ. 1 घंटे में ढूंढनी ऐसे फाइल। ചായ 5 മിനിറ്റ് പോരെ മതി. പക്ഷെ ഇപ്പൊ പറ്റില്ല സാർ. പറ്റുന്നില്ല സാർ, മര്യാദക്ക് ചായ വാങ്ങിച്ചോണ്ടാണ് പറഞ്ഞത്. 10 തവണ SSLC എഴുതി കടന്നുകൂടിയ സാറ് ഇവിടെ ക്ലാർക്കും ഞാൻ പ്യൂണുമായി പോയത്. अच्छा, ये भी वही करता है काम, दोनों करते हैं। മഹാഭാവി നീയായിരുന്നോ? 50 പൈസ പോയി കിട്ടി. चाय बनाने काम करता हूँ। ആ കാളക്കൂറ്റ മാനേജിംഗ് ഡയറക്ടർ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയപ്പോ ഞാൻ വിചാരിച്ചു സ്ഥിതി മെച്ചപ്പെടുമെന്ന്. എവിടെ? ഒരു വെറും സാധാരണ ക്ലാർക്കിന്റെ ജോലി മതിയായിരുന്നു. ഇത് തന്നെയാണ്. അമ്മയെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അല്പം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ये सोचा नया बॉस आएगा तो कोई नई पोजीशन. അമ്മ എന്നെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക.
ഞാൻ നന്നാവും, നല്ല നിലയിലെത്തും. അമ്മ सामने रहती है അടുക്കളയിൽ വന്നിട്ട് നിന്നോടോ? എടാ നീ ഒരു മഹാമണ്ടൻ തന്നെ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള്, ഡോക്ടർ ഭാഗത്തിന് പഠി. പിന്നെ ഇപ്പോഴത്തെ ജോലി ശകലം മോശമാ, അത് തരാ. പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലല്ല, കുറച്ചുകൂടെ സുന്ദരനാണ്. ഒരു നേഴ്സിംഗ് ഹോം കിട്ടും. പിന്നെ ഞാൻ ഒരു വിലസും ഞാനായിരിക്കും അതിന്റെ നടത്തിപ്പുകാരൻ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. साइकिल पे जाते हैं दोनों देखा. വേണ്ട ദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. നീ സൈക്കിൾ നിർത്തടാ. ദാസ വേണ്ട. उसके साथ जाएगा वो. അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനോ എന്ന് കരുതി. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ये डॉक्टर बनना चाहता. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസ? കേസെന്ന് അയാള് പറഞ്ഞത്, ഞങ്ങള് ലേബർ കോർട്ടിൽ ഒരു കേസ് നടത്തുന്നു. നീ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കരുത്. വിഷം വായിക്കാൻ പോലും ഇവിടെ കാശ് തകരുന്നില്ല. അതിന്റെ ഒരു अबे അയ്യോ, किसने ठोक दिया उसे. കുട്ടിമിണ്ടായിരിക്കൂ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഷോ മിസ്റ്റർ, ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് കൊണ്ട് പറ്റിയതാ. ഇടോ, ശ്രദ്ധയില്ലാതെ കൊണ്ടിരിച്ചല്ലേ. മര്യാദക്ക് സംസാരിക്കും. മനസ്സില്ല, ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ചുമ്മാ അല്ല, ബികോം സ്കൗണ്ടറിൽ कहीं नया बॉस तो नहीं है. अबे उसने उसके टायर की वो निकाल दिए. लग रहा है मुझे वही हो गया. ശരി. അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആയിരിക്കട്ടെ. अगर ये नया बॉस हुआ तो कंपनी से फिर निकालेगा ना. लेकिन देखो उसके ഇനി സെന്റിമെന്റ്. അവള് വീണത് തന്നെ. ഓ, അയാൾ തിരിച്ചടിച്ചിരുന്നെങ്കിൽ നീ മാറിപ്പോയേനെ. ചിലപ്പോ മാറിപ്പോകുമായിരുന്നു. ഈ വയസ്സുകാലത്ത് അമ്മാവൻ ആരെങ്കിലും സഹായത്തിന് വിളിച്ചൂടെ? നീ തന്നെ ഇപ്പൊ വാടക വന്നിട്ട് 2 മാസമായില്ലേ? സഹായത്തിന്റെ ആളെ വെച്ച വാടക 2 ആഴ്ചക്കകം തരാം. അത് പറ്റില്ല. നീ വണ്ടി വിട. इसका घर है शायद, वो ആഫീസിൽ टाइम വന്ന് पे ഞാൻ रहते हैं. നാറ്റിക്കും 2 തരും, പറഞ്ഞേക്കാം. ओ പുതിയ എം ഡി 10 മണിക്ക് എത്തുന്ന ഫോണുണ്ടായിരുന്നു. लग रहा है मुझे वही आएगा. എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു. ഓ ഈശ്വര രക്ഷിക്കണേ. ठीक है, वही है. वही आ गया. लग रहा था मुझे वही होगा. अबे ഹാർട്ടി വെൽക്കം ടു അവർ ഓഫീസ്. താങ്ക് യു. वो तो भाग गया. वो भी भाग गया. हे भगवान. ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ടാ ഇങ്ങനെയിരിക്കും. ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയെ മോഷ്ടിച്ച് നാട് വിട്ടോനാ ഞാൻ. മാസത്തിലൊരു 10 രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് ആണേലും ഈ പ്യൂണിന്റെ പണിയുണ്ട് കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? क्या करेंगे आप? लुक बदल के चले गए. लुक बदल दिया. ऑफिस में तो उन्होंने वैसा रहना पड़ेगा. पर ये तो पहचाना नहीं जा रहा है. दास जो है. സാർ, ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ. नकली दाढ़ी लगा रहे ഇത് सारे. വിജയൻ, ഞാൻ ദാസൻ. അത് മനസ്സിലായി. തന്റെ താടിയോ? അതിന്നിവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരും. एक दिन में बढ़ गया था. चलो, इसकी तो दाढ़ी भी है. दासन तो पूरा पहचाना जा रहा है. वो तो वैसा ही है, बस चश्मा तो लगा ഇന്നലെ रहेगा बस. കാലത്ത് വന്നിട്ട് ആരുടെ വെച്ചിട്ടാ പുറത്തു പോയത്? ലീവിലൊക്കെ इसको लगा देते दाढ़ी में. കൂടാതിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾ या फिर मुँह से कटवा देता. हाँ, उससे एमडी से शिकायत करने जा रहा है.
पहचान नहीं रहा हूँ अभी. अरे वो ये उनके ड्रेस में नहीं है ना, मुझे लग रहा है कोई. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. अच्छा छुट्टी ले रहे हैं ये. वो पहचानने का तो है वो. हाँ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് आगे से याद പെൺകുട്ടി वो याद आ गया കാറിടിച്ചപ്പോൾ उसे. पहचान तो ले गई हो, साफ से पहचाने आ रहे हैं. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടി എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോസാ. ओ अब देखिएगा फोटो में, अब देखिएगा फोटो में. वैसे भी तो पहचाने जा ही रहे थे, पता नहीं क्यों इतना कंफ्यूज हो रहा है. सर बच गए हैं. अब पता नहीं क्या करता हो. ഈയടാ, വലിയൊരു ബുദ്ധിരാശ്വാസൻ. ജോലി പോകാതെ രക്ഷിച്ചതിന് നീ എന്റെ കാല് പിടിക്കണ്ട. അല്ല കുഴപ്പമില്ല, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ട്. आ गया. सुनने उसने उनके बाद. ओ बहन. Get out, you scoundrel. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. निकाल दो इसने, देखो. വിശാല മനസ്കനെ സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ क्यों प्रमोशन का सोच रहे थे. झगड़ा नहीं करते तो क्यों उन्हें था പാലിന്റെ कि वो കാശ് 2 മാസത്തെ नया വാടക, बॉस है. ഇനി വല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം. ഓ, ഭക്ഷണം ഭക്ഷണം, ഈ ഒറ്റ ചിന്തയേ ഉള്ളൂ. लड़की फिर जा रही है. അതാ നിന്റെ ഭാവി ഭാര്യ. ഉള്ള കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ട ये रुपये मांगने आ गया मकान मालिक. अच्छे से पता चल गया. എന്ന് പിരിച്ചു വിട്ടു. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ വാടക കുറിച്ച് കൂടി തന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയട്ടെ. അയ്യോ, खाली करने के लिए. അമ്മാവും എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കണതിന്റെ തലേ ദിവസം ഓർഡർ വരും. എടോ, നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് വായും പൊളിച്ചു നിൽക്കുന്നവൻ മൂഢനാ. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് 4 കാശുണ്ടാക്കാൻ നോക്കും. അങ്ങനെ അങ്ങ് തറയാക. വായ്പ കിട്ടില്ലേ? ഇപ്പൊ ഈ തൊഴിലില്ലാത്തവന് തൊഴിൽ തുടങ്ങാൻ 25,000 രൂപ വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നു. അത് മേടിച്ച് വല്ല ചെറുകിട छोटा बिजनेस शुरू करने के लिए बोल रहा हूँ ना, बैंक लोन लेने के बाद. अच्छा ये दिला रहा लोन. അങ്ങനെ പറയരുത്. സാർ എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. നല്ല സത്യസന്ധരായ പിള്ളേരാ. പണിക്കരെ, ഈ ഡിസ്ട്രിക്റ്റിൽ ഇടപാട് നിർത്തി കഴിഞ്ഞു. അല്ലാതെ വേറെ വല്ല പദ്ധതി ഉണ്ടോ? പണിക്കരുടെ ആൾക്കാരായതുകൊണ്ട് നടപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. 25,000 50,000 10,000 रुपये दे रहा है वैसे गाय खरीदने के लिए. പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ വേറെ പദ്ധതിയില്ല. പശു वाला बिजनेस दे रहा है वो. बैंक वाला क्या देगा. എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ? വല്ല വിധേനം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ലസുന്നു, മാർക്കറ്റിൽ 5 മുറി കടവണതു, 3-4 വീട് കെട്ടി, ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ. നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000 दो दे രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ ഉസ് ദിന കാലത്തും ഗായ വൈകുന്നേരം കൂടെ കറന്നാൽ പണി. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ, കറവക്കാരന് 10 രൂപ, Calculation അപ്പൊ 50, 20, 10, 80 രൂപ. പിടിച്ചത് നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ इनके लिए वो പാടില്ല. अच्छी होगा. चारा चारा घास सोच नहीं रहे हो उसके बारे में. അയാളും കൂടെ എവിടെ പോവാന്ന്.
പോയേ 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിയപ്പോ പിണ്ണാക്ക എഴുതിയിട്ട तेल मांग रहा പശുക്ക ദാസ. ഇടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള रुपए बढ़ते നമുക്ക് जाएंगे നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു कार खरीदेंगे, AC. ऐसे खरीदेंगे कहाँ का सोच रहे हो अभी शुरुआत भी नहीं किया उन्होंने എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ആ ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. अच्छी लग रही है उन्हें आवाज ये कौन है ये दूध निकालने के लिए किसी और को रखा हुआ है अच्छा दूध वाला शायद ना रुपए देकर शायद उन्हें കാലത്തും വൈകിട്ടും കൂടി 10-12 കിട്ടിയാ 10-12 लीटर दिया उसने ഛോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അധികം പാലിട്ടാനുള്ള വഴി തീരില്ല. അങ്ങനെയല്ലല്ലോ. अच्छा 6 लीटर है बस ഏതൊരു 10 ലിറ്ററെങ്കിലും രാഘവേട്ടന്റെ കടയിൽ കൊടുത്തേ പറ്റൂ. ബാക്കി വെള്ളം ചേർത്താ മതി. തമ്മുണ്ടാവരേടോ, അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം. രാഘവേട്ടന് കൊടുത്തില്ലേ എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. पानी मिलाना पड़ेगा उन्हें 8 लीटर कैसे करेंगे उसे ആദ്യത്തെ കറ 8 लीटर भी कहाँ था वो 6 लीटर था വാക്കായിരിക്കണം. ഇന്ന് ഒരു ദിവസത്തേക്ക്, പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 ലിറ്റർ കറന്നു തരാം. തരണം. വേറെ നല്ല പോഷകാഹാരം. അപ്പൊ വാപ്പസ് ലാക്കിയോ दूध നിങ്ങളുടെ കണ്ടിലും വേണ്ടോളം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. കടയിലോട്ട് വരാൻ പറഞ്ഞു. വന്നില്ലേ നാട്ടുകാരും കൂട്ടി അച്ഛൻ पता चल गया ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് അച്ഛൻ്റെ കൊടുത്തേക്ക് മോനെ. അതെ, किसी और से न कहने के लिए बोल रहा ഇന്ന് കാശ് വാങ്ങി തന്നിട്ട് ഇപ്പൊ എന്നെ കള്ളനാക്കി എന്റെ വെക്കിട്ട് കയറാൻ പറ്റുന്നു. ഓ, ഭയങ്കര തൊഴുത്ത് മാറി കെട്ടിയാൽ ഏത് പശു ആയാലും 3-4 ദിവസത്തേക്ക് അത്ര ചെറുത്തു. അങ്ങനെ ചെറുത്തുന്ന പശു അതാ. ഇനിയും പറ. എന്നാ നിങ്ങൾ വന്ന് കറക്ക്. അതേ നിന്റെ മറ്റവനോട് പറഞ്ഞോ. തന്നോട് ദൈവം ചോദിക്കും. ये कौन आ गया ओ ओ ബാങ്കിൽ നിന്നാണ് ഞങ്ങള് നാളെ വന്ന് അടച്ചോളാം. ഡെയിലി അടയ്ക്കാവുന്നല്ലേ വ്യവസ്ഥ? ആ വ്യവസ്ഥക്കനുസരിച്ച് പാല് കിട്ടുന്നില്ല. ഒരു കൂട്ടു വ്യവസായമാകുമ്പോ നഷ്ടം വന്നാൽ 2 പാർട്ടീസും സഹിക്കണം. ബാങ്കിനെ വെട്ടിക്കാനാണോ ഉദ്ദേശം? ഉദ്ദേശമല്ല. तो हर तरफ से प्रॉब्लम हो गई നീ അയാളോട് उतना बेच देते वो नहीं जितना प्योर था रुपए तो आते कम से कम उनके पास വിശ്വസിക്കുന്നവൻ, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. പാലിന്റെ അളവ് അന്നു പുറകോട്ടാ. 4 लीटर ഒരു പശുവിന്റെ പോലെ ചോര तेल കാണുന്നു. तो नहीं कर ഞാൻ रही പോട്ടെ, എന്റെ കൂലിതാ. दूध करते यार कल 4 हो गया इसे कहाँ से देंगे रुपए हाँ वो ले गया दूध उठा के अबे इससे अच्छा खुद ही निकालते दूध नहीं उससे पता नहीं क्या होता था क्या क्या सपने से गिरते हुए पहले उदास हो गया നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? ജീവിതം മൊത്തം കട്ട് തമിഴ് പുലി ആകെ കുഴപ്പാ. എന്നാലും നിന്നെ ജയിലിൽ കേറ്റാൻ तो वो गाय भी बोल रही है उसे खाना नहीं दे रहे वो मुझे ऐसा लग रहा है ജന്തുക്കള്. ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. इसलिए चिल्ला रही हो वही मैं खाना खरीदने के भी रुपए कहाँ है उनके पास അത് ശരി, അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്. दूध निकालने के लिए भी एक आदमी को बुलाए थे तो वो भी तो रुपए लेगा अपने नहीं സർവ്വ ലക്ഷണങ്ങളും ഒത്ത പശുക്കളാ. കാലത്ത് 20 ലിറ്റർ, വൈകുന്നേരം 20 ലിറ്റർ. കറന്ന് अकेले चले गए वो കാണിക്കാനാവും. बेचने के लिए
ये भी वहाँ वही बोल के बेच रहा है कि 20 लीटर देती है गाय। ഓ അത് ശരി. എന്നാ നിങ്ങൾ പോയാട്ടെ, നിങ്ങൾക്ക് വിൽക്കുന്നില്ല. അല്ല സത്യമായിട്ടും കറവ് എത്രയുണ്ട്? നിങ്ങൾക്ക് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? कोई यकीन नहीं कर रहा। ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കാം. അപ്പൊ അപ്പൊ ഒന്ന് ലോഞ്ച് കയറി ഗൾഫിൽ പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. भाग जाएंगे वहाँ से। ഈ സമൂഹത്തിൽ നമ്മളെ വേണ്ട वो देश छोड़ के गल्फ में जहाँ जाते हैं। ന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. അതുകൊണ്ട് നീ എതിര് പറയരുത്. വിജയ, അത് നീ വരുന്നോ ഇല്ലേ? ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടുമെന്ന് ധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ടേ, കേട്ടിന് എനിക്കുണ്ട്. പക്ഷെ നീന്തണം. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണം. അതിന് അറബി പോലീസിന്റെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് ऐसे बेवकूफ बना रहा शायद नहीं। അതെന്തിനാണാവോ? കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പ എടുത്തിട്ടോളി. അറബിക്കുപ്പ അസ്സലാമു അസ്സലാമു അലൈക്കും वालेकुम അലൈക്കും. വഅലൈക്കും वालेकुम अस्सलाम। अच्छा वालेकुम अस्सलाम बोल रहा हो। അല്ല ഗഫൂർക്ക, ഒരു പക്ഷേ പിടിച്ചു പോയാൽ? ആരെ പിടിക്കാൻ? ഗഫൂറാണ് പറയണേ. ധൈര്യമായിട്ട് പോ, എന്നിട്ട് 7-ാം തീയതി പൈസ ആയിട്ട് പോവാ. 20,000 मांग रहा हूँ बैंकर। ऐसे ही भरोसा कर रहे वैसे उस पे। कहीं और है ना भाई वाला घर नहीं है ना? अच्छा ये अपने घर जा रखे। अच्छा घर जा മുൻവശത്തെ വാതിലടച്ച് കണ്ടപ്പോ ദാമോദരനും ഭാര്യയും കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. ഇപ്പഴാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുക. ഈ കാലിൽ ഇങ്ങനെ അഴുക്ക് വെള്ളം തട്ടിക്കരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവിടുത്തെ തുണികളൊക്കെ ആരാ അലക്കുക? നീ ഇല കെട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല കുട്ടിയെ. നിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? കയറ്റം കിട്ടുവോ? ആ ജോലി പോയ अबे अब बता दे इसने। ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയല്ല. നമ്മുടെ എല്ലാ ദുരിതവും തീരും. ഞാനിപ്പോ വന്നത് എങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ അമ്മേ. എന്നാലും ഇടയ്ക്കൊക്കെ നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലേലും എനിക്കെന്ത് മനസമാധാനമുള്ളേ. ഞാൻ വിശദമായിട്ട് എഴുതാം. അപ്പൊ നീ പോവാണോ? ആ. വല്ലതും കഴിച്ചിട്ട്? വേണ്ട, അടുക്കള അവര് പൂട്ടിയിട്ടില്ല. അല്ല ഗഫൂർക്ക വരുന്നില്ലേ? ഞാൻ വരുന്നേന്ന് കേറിയല്ലോ. പിന്നെ അതിന്റെ അകത്ത് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഒരു गाय दी थी उन्होंने ₹900। ആ പിന്നെ അറബിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാ പോന്നോളി. അല്ല ഇതാണോ ഒരു